ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി സ്റ്റഡി GK. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് സ്ഥിരമായി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒരേപോലെ ഉപകാരപ്പെടുന്ന തരത്തിൽ വളരെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ ഫോർമാറ്റിലാണ് നമ്മളിത് കവർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. വേൾഡിലെ മറ്റ് കൺട്രീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് തയ്യാറാക്കിയത്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഫങ്ഷണൽ പാർട്സ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് സോഴ്സസ്. ദാറ്റ് ഈസ് സ്ട്രക്ചറൽ പാർട്ട്, പൊളിറ്റിക്കൽ പാർട്ട് ആൻഡ് ഫിലോസഫിക്കൽ പാർട്ട്. In structural part, it deals with the framework of government. And ഈ structural part ബോറോ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. പിന്നെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് ദ സിംഗിൾ ബിഗ്ഗസ്റ്റ് സോഴ്സ് ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചറൽ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നതും ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. സോ എക്സാംസിന് സ്ട്രക്ചറൽ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചാൽ അതിനുത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇനി നമുക്ക് പൊളിറ്റിക്കൽ പാർട്ട് നോക്കാം. ഇറ്റ് ഡീൽസ് വിത്ത് ദ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ആൻഡ് ഈ പൊളിറ്റിക്കൽ പാർട്ട് ബോറോ ചെയ്തിരിക്കുന്നത് മെയിൻലി UK, USA, കാനഡ എന്നീ കൺട്രീസിൽ നിന്നാണ്. Then third one, philosophical part. It deals with the ideals and principles. അതായത് സിറ്റിസൺസിൻ്റെ റൈറ്റ്സ്, അതേപോലെ രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ, മൂല്യങ്ങൾ തുടങ്ങിയ ഐഡിയൽസ് ആണ് ഇതിലുള്ളത്. ഫോർ എക്സാമ്പിൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP ഒക്കെ. ആൻഡ് ഈ ഫിലോസഫിക്കൽ പാർട്ട് ബോറോ ചെയ്തിരിക്കുന്നത് ഫ്രാൻസ്, അയർലൻഡ്, USSR, പ്രസന്റ് റഷ്യ ഈ കൺട്രീസിൽ നിന്നൊക്കെയാണ് എന്നതും കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ സോഴ്സസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ദിസ് ഈസ് ദ സിംഗിൾ ബിഗ്ഗസ്റ്റ് സോഴ്സ് ആൻഡ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പകുതിയിലധികം കാര്യങ്ങളും ബോറോ ചെയ്തിരിക്കുന്നത് ഈ ഒരു ആക്ടിൽ നിന്നാണ്. ഈ ആക്ടിൽ നിന്നും ബോറോ ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓഫീസ് ഓഫ് ഗവർണർ, ഓഫീസ് ഓഫ് ഗവർണർ ജനറൽ, പബ്ലിക് സർവീസ് കമ്മീഷൻസ്, ജുഡീഷ്യറി സ്ട്രക്ചർ, എമർജൻസി പ്രൊവിഷൻസ്. ഈ എമർജൻസി പ്രൊവിഷൻസിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഡീറ്റെയിൽഡ് എമർജൻസി പ്രൊവിഷൻ അത് എടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. പക്ഷേ ദ കൺസെപ്റ്റ് ഓഫ് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് നാഷണൽ എമർജൻസി ഇത് ബോറോ ചെയ്തിരിക്കുന്നത് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഓർത്തിരിക്കുക. ഡീറ്റെയിൽഡ് എമർജൻസി പ്രൊവിഷൻ ആണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതേസമയം സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് നാഷണൽ എമർജൻസി ആണെങ്കിൽ അത് വീമർ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ ജർമ്മനി ആണെന്നും ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ബോറോഡ് ഫീച്ചർ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, ഓൾ ഇന്ത്യ സർവീസസ്, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഫെഡറൽ സ്കീം. സോ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് ബോറോ ചെയ്തിരിക്കുന്നത്. ഇനി യുണൈറ്റഡ് കിങ്ഡം ഓർ ബ്രിട്ടൻ ഈ കൺട്രിയിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഈ ഫീച്ചേഴ്സ് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പാർലമെന്ററി സിസ്റ്റം, ഒന്ന് ലോ ആൻഡ് റൈറ്റ്സും. UK നിന്ന് ബോറോ ചെയ്തിട്ടുള്ള ഈ ഫീച്ചേഴ്സ് സ്പെസിഫിക്കലി ദ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. ഇതിനെ കളക്റ്റീവ്ലി പറയുന്നതാണ് വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഈ വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഇത് ഏത് കൺട്രിയുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ UK ആണ്. ഇനി UK നിന്ന് ബോറോ ചെയ്തിട്ടുള്ള ഓരോ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. പാർലമെന്ററി ഗവർണൻസിൽ ആദ്യം പാർലമെന്ററി സിസ്റ്റം, ഇതിൽ വരുന്നതാണ് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്, ക്യാബിനറ്റ് സിസ്റ്റം, ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. ബൈ ക്യാമറൽ ലെജിസ്ലേച്ചറിൽ വരുന്നതാണ് ലോക്സഭയും രാജ്യസഭയും. ദെൻ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ. ഇനി ലോ ആൻഡ് റൈറ്റ്സ്. ലോ ആൻഡ് റൈറ്റ്സിൽ വരുന്നതാണ് റൂൾ ഓഫ് ലോ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, പ്രിറോഗേറ്റീവ് റിറ്റ്സ്. ഇനി ഈ റിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? റിറ്റ്സ് എന്നത് സിറ്റിസൺസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെടുമ്പോൾ അത് സംരക്ഷിക്കുന്നതിനായിട്ട് ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ലീഗൽ ഓർഡേഴ്സ് അല്ലെങ്കിൽ പ്രത്യേക ഉത്തരവുകളാണ്. ആൻഡ് ഈ റിറ്റ് എടുത്തിരിക്കുന്നത് UKയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ഈ റിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. അതേസമയം ഹൈക്കോർട്ട് ഈ റിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ് എന്നതും കൂടി ഓർത്തിരിക്കുക. ഈ റിറ്റ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ദെൻ ലോ ആൻഡ് റൈറ്റ്സിൽ വരുന്ന നെക്സ്റ്റ് ബോറോഡ് ഫീച്ചറാണ് ക്യാഗ് ഓഫീസ്. ക്യാഗ് എന്ന് വെച്ചാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. രാജ്യത്തിൻ്റെ
ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതായത് സാമ്പത്തിക ഇടപാടുകൾ ഓഡിറ്റ് ചെയ്യുന്നത് ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. സോ യു കെയിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള ഇത്രയും ഫീച്ചേഴ്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി യു എസ് എയിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഈ ഫീച്ചേഴ്സും എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് റൈറ്റ്സ് ആൻഡ് എക്സിക്യൂട്ടീവും, ഒന്ന് കോഡ്സും. റൈറ്റ്സ് ആൻഡ് എക്സിക്യൂട്ടീവിൽ വരുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. സിറ്റിസൺസിന്റെ ബേസിക് റൈറ്റ്സ് ആണിത്. ആൻഡ് ടോട്ടൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത് പാർട്ട് 3യിലാണ്, ആർട്ടിക്കിൾസ് 12 to 35. ദെൻ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് വേൾഡിലെ ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ യു എസ് എയുടേത് എന്താണ്? യു എസ് എയുടേത് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ ഓഫീസ് ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റ് ആസ് സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ്. ദെൻ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. ഇംപീച്ച്മെന്റ് എന്ന് വെച്ചാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തികൾ, പ്രധാനമായിട്ടും പ്രസിഡന്റ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്താൽ, അതായത് ഭരണഘടനാ ലംഘനം നടത്തിയാൽ ഇവരെ പദവിയിൽ നിന്നും പുറത്താക്കാൻ പാർലമെന്റ് ഉപയോഗിക്കുന്ന ഒരു ലീഗൽ പ്രൊസീജിയറാണ് ഈ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 61ലാണ് പ്രസിഡന്റിനെ പുറത്താക്കുന്നതിനുള്ള ഇംപീച്ച്മെന്റ് പ്രൊസീജിയറിനെ പറ്റിയിട്ട് പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് അല്ലെ ഹൈക്കോർട്ട് ജഡ്ജിമാർ, അതേപോലെ ക്യാഗ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇവരെയൊക്കെ പുറത്താക്കുന്ന നടപടിയെയും സാധാരണയായിട്ട് ഇംപീച്ച്മെന്റ് എന്ന് പറയാറുണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇംപീച്ച്മെന്റ് എന്ന വേർഡ്, അതായത് ഇംപീച്ച്മെന്റ് എന്ന ടേം പ്രസിഡന്റിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ ഇന്ത്യയിൽ ഇതുവരെ ഒരു പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് വഴി പുറത്താക്കപ്പെട്ടിട്ടില്ല. സോ റൈറ്റ്സ് ആൻഡ് എക്സിക്യൂട്ടീവിൽ വരുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് ആസ് സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ്, ദെൻ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. ഇനി കോഡ്സിൽ വരുന്നതാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്. അയർലൻഡിൽ നിന്നും മെയിൻലി 3 ഫീച്ചേഴ്സ് ആണ് ബോറോ ചെയ്തിരിക്കുന്നത്. ഒന്ന് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. DPSP വരുന്നത് പാർട്ട് 4ലാണ്, ആർട്ടിക്കിൾസ് 36 to 51. ദെൻ മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ. സോ അയർലൻഡിനെ പറ്റിയിട്ട് ഈ 3 ഫീച്ചേഴ്സ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് കാനഡ ഈക്വൽ സ്ട്രോങ് സെന്റർ എന്ന് ആലോചിച്ച് വെക്കുക. കാരണം കാനഡയിൽ നിന്ന് എടുത്ത ഈ ഫീച്ചേഴ്സിലൊക്കെ നമുക്ക് എന്താണ് സെന്റർ കാണാൻ പറ്റുന്നുണ്ടല്ലേ. സോ കാനഡ ഈക്വൽ സ്ട്രോങ് സെന്റർ ഇങ്ങനെ ഓർത്തിരുന്നാൽ നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ അതിൽ നിന്ന് റോങ് ആയിട്ടുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിൽ വരുന്നതാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് എ സ്ട്രോങ് സെന്റർ. ദെൻ റെസിഡ്യൂറി പവേഴ്സ് വെസ്റ്റഡ് ഇൻ ദ സെന്റർ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റിലൊന്നും വരാത്ത ബാക്കിയുള്ള പവേഴ്സ് വരുന്ന റെസിഡ്യൂറി പവേഴ്സ്, ഇതിൽ ഡിസിഷൻസ് അല്ലെ തീരുമാനമെടുക്കാൻ ഉള്ള അധികാരം അത് സെന്ററിനാണ്, അതായത് കേന്ദ്ര സർക്കാരിനാണ്. ദെൻ അപ്പോയിന്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെന്റർ. ദെൻ അഡ്വൈസറി ജൂറിസ്ഡിക്കേഷൻ ഓഫ് സുപ്രീം കോർട്ട്. പബ്ലിക് ഇമ്പോർട്ടൻസ് വരുന്ന മാറ്റേഴ്സിൽ സുപ്രീം കോർട്ടിനോട് ഉപദേശം തേടാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണിത്. ആൻഡ് ഇതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143. പിന്നെ കാനഡ ഈക്വൽ സ്ട്രോങ് സെന്റർ എന്ന് പറഞ്ഞു, അതേസമയം USA വീക്ക് സെന്റർ ആണ്. സോ അയർലൻഡിൽ നിന്ന് നമ്മൾ DPSP, മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ. ദെൻ കാനഡ ഈക്വൽ സ്ട്രോങ് സെന്റർ, അതിൽ വരുന്നതാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് എ സ്ട്രോങ് സെന്റർ, റെസിഡ്യൂറി പവേഴ്സ് വെസ്റ്റഡ് ഇൻ ദ സെന്റർ, അപ്പോയിന്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെന്റർ ആൻഡ് അഡ്വൈസറി ജൂറിസ്ഡിക്കേഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഇനി ഓസ്ട്രേലിയയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് നോക്കാം. ഓസ്ട്രേലിയയിൽ നിന്ന് മെയിൻലി 3 ഫീച്ചേഴ്സ് ആണ് നമ്മൾ കടമെടുത്തത്. ഫസ്റ്റ് വൺ കൺകറന്റ് ലിസ്റ്റ്. സെന്ററിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരേപോലെ ലോസ് മേക്ക് ചെയ്യാൻ അധികാരമുള്ള സബ്ജക്ട് വരുന്ന ലിസ്റ്റ് ആണ് ഈ കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് വരുന്നത് 7th ഷെഡ്യൂളിലാണ്. 7th ഷെഡ്യൂളിൽ കൺകറന്റ് ലിസ്റ്റ് കൂടാതെ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും ഉണ്ട്. പിന്നെ അതേപോലെ കൺകറന്റ് ലിസ്റ്റ് ഒറിജിനലി 47 സബ്ജക്റ്റ് ആയിരുന്നു. അറ്റ് പ്രസന്റ് 52 സബ്ജക്റ്റ് ഉണ്ട് കൺകറന്റ് ലിസ്റ്റിൽ. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ കൺകറന്റ് ലിസ്റ്റിലെ ഒരു സബ്ജക്റ്റിന്റെ പേരിൽ സെന്ററും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അവിടെ മുൻഗണന വരുന്നത് സെന്ററിനായിരിക്കും, സെൻട്രൽ ലോയ്ക്കായിരിക്കും അവിടെ മുൻഗണന. സോ ഇതും കൂടി അറിഞ്ഞിരിക്കുക. ദെൻ ഓസ്ട്രേലിയയിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഫീച്ചറാണ് ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്. ദെൻ നെക്സ്റ്റ് ഫീച്ചറാണ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്. ജോയിന്റ് സിറ്റിങ്ങിനെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾ 108 ആണ്.
നെക്സ്റ്റ് ജർമ്മനിയാണ്. ജർമ്മനിയിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള ഫീച്ചറാണ് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് നാഷണൽ എമർജൻസി. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് എമർജൻസി പ്രൊവിഷൻസ് ബോറോ ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അതേസമയം ജർമ്മനിയിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ളത് എന്താണ്? സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് നാഷണൽ എമർജൻസി. സോ ഇത് തെറ്റിപ്പോകാതെ ഓർത്തിരിക്കുക. ഡീറ്റെയിൽഡ് എമർജൻസി പ്രൊവിഷന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് നാഷണൽ എമർജൻസി എവിടെ നിന്നാണ്? ജർമ്മനി അല്ലെങ്കിൽ വീമർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അണ്ടർ ആർട്ടിക്കിൾ 359 നാഷണൽ എമർജൻസിയുടെ ടൈമില് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യും. പക്ഷേ അവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് അണ്ടറിൽ വരുന്ന ആർട്ടിക്കിൾ 20യും 21ഉം ഈ ഒരു കേസിലും സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു പോയിന്റ് ആയിരുന്നു. സോ ഓസ്ട്രേലിയയിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ളത് കൺകറന്റ് ലിസ്റ്റ്, ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ്, ജോയിന്റ് സിറ്റിംഗ്. ജർമ്മനിയിൽ നിന്ന് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് നാഷണൽ എമർജൻസി. ഇനി ഫ്രാൻസിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് നോക്കാം. ഫ്രാൻസിൽ നിന്ന് മെയിൻലി 2 ഫീച്ചേഴ്സാണ് ബോറോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്, അതായത് ഒരു ഹെറിഡിറ്ററി റൂളറിന് പകരം ഇലക്റ്റഡ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും ആ രാജ്യം ഭരിക്കുന്നത്. ദെൻ സെക്കൻഡ് ഫീച്ചറാണ് ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന് വെച്ചാൽ സാഹോദര്യമാണ്. സോ ഈ 2 ഫീച്ചേഴ്സാണ് ഫ്രാൻസിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മെയിൻലി 2 ഫീച്ചേഴ്സാണ് ബോറോ ചെയ്തിട്ടുള്ളത്. ഒന്ന്, പ്രൊസീജിയർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രൊസീജിയേഴ്സ് ബോറോ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ആൻഡ് അമെൻമെന്റ് പ്രൊസീജിയേഴ്സിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368 ആണ്. നെക്സ്റ്റ് ഫീച്ചർ രാജ്യസഭ ഇലക്ഷൻ പ്രൊസീജിയർ. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ഡിഫറൻസ് നോട്ട് ചെയ്യണം. കാരണം നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ ഈ ഫീച്ചർ ബോറോ ചെയ്യുന്നത് അയർലൻഡിൽ നിന്നാണ്. പക്ഷേ ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ അയർലൻഡിൽ നിന്ന് എടുത്ത ഫീച്ചറാണ്. അതേസമയം രാജ്യസഭ ഇലക്ഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ ബോറോ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. സോ ഈ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഇലക്ഷൻ പ്രൊസീജിയർ സൗത്ത് ആഫ്രിക്കയും നോമിനേഷന് അയർലൻഡും. ഇനി നമുക്ക് റഷ്യയിൽ നിന്നും ജപ്പാനിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഈ ഒരു 2 കൺട്രീസോടെ നോക്കി കഴിയുമ്പം സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആകും. സോ ഫസ്റ്റ് USSR പ്രസന്റ് റഷ്യയിൽ നിന്ന് ഏതൊക്കെയാണ് ബോറോ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. USSRൽ നിന്ന് മെയിൻലി 3 ഫീച്ചേഴ്സാണ് ബോറോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ആൻഡ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്ന ആർട്ടിക്കിളും പാർട്ടും ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത് പാർട്ട് 4A ആർട്ടിക്കിൾ 51A ആണ്. ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുന്നത് 42nd അമെൻമെന്റ് ആക്ട് 1976 വഴിയാണ്, ബേസ്ഡ് ഓൺ സ്വരൻ സിംഗ് കമ്മിറ്റി. ടോട്ടൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തത് 86th അമെൻമെന്റ് ആക്ട് 2002 വഴിയാണെന്നതും കൂടി ഓർത്തു വെക്കുക. ഇത്രയും പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. ദെൻ റഷ്യയിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഫീച്ചറാണ് ഐഡിയൽസ് ഓഫ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ദെൻ തേർഡ് ഫീച്ചറാണ് സോഷ്യലിസ്റ്റ് ഐഡിയൽ ആൻഡ് പ്രിയാമ്പിൾ. USA-യിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി നോക്കിയപ്പോൾ പറയാൻ വിട്ടുപോയൊരു പോയിന്റാണിത്. പ്രിയാമ്പിളിലെ കൺസെപ്റ്റ് ബോറോ ചെയ്തിരിക്കുന്നത് USA-യിൽ നിന്നാണ്. അതേസമയം പ്രിയാമ്പിളിന്റെ ലാംഗ്വേജ് ബോറോ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ആൻഡ് സോഷ്യലിസ്റ്റ് ഐഡിയ ബോറോ ചെയ്തിരിക്കുന്നത് റഷ്യയിൽ നിന്നും. സോ ഈ പോയിന്റ്സും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. കൺസെപ്റ്റ് ഓഫ് പ്രിയാമ്പിൾ USA, ലാംഗ്വേജ് ഓഫ് പ്രിയാമ്പിൾ ഓസ്ട്രേലിയ, ആൻഡ് സോഷ്യലിസ്റ്റ് ഐഡിയ ഇൻ പ്രിയാമ്പിൾ റഷ്യ ഓർ USSR. നെക്സ്റ്റ് ജപ്പാൻ. ജപ്പാനിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. ദാറ്റ് ഈസ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അണ്ടർ ആർട്ടിക്കിൾ 21. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ക്ലാസ്സിൽ സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് നോക്കിയത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബോറോ ചെയ്തിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടും ഈ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്കായിട്ട് സിംപ്ലി സ്റ്റഡി GK എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. See you in the next class.